നിങ്ങളാരാ? എന്താ തട്ടാരെ? നീ എന്താണ് എന്നെ കണ്ടപ്പോടെ കയറി വിളിച്ചിരുന്നേ? എന്റെ അമ്മയാണ്. അങ്ങനെയല്ല, കൊച്ചിന് വയറിന് തീരെ സുഖമില്ല. അപ്പൊ തിരി മുത്തങ്ങ വറക്കായിരുന്നതാ. മുത്തങ്ങ വറക്കാതിരിക്കാ. ഇങ്ങോട്ട് വയ്ക്കേ. വേഷം കെട്ട് കാണിക്കരുത്. അടിച്ച് മുഖത്തിന്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റി കളയും. ആളെ കളിയാക്ക. നീ എന്നെ പട്ടിയെ പോലെ നടത്താൻ പോയിട്ട് 4 കുറെ ആയി. എനിക്ക് ഇപ്പൊ എന്റെ രൂപ കിട്ടണം. തട്ടാരെ, ഇപ്പൊ എന്റെ കയ്യിൽ രൂപയൊന്നുമില്ല. ഞാൻ താമസിയാതെ തരാം. നീ ഇതെപ്പോഴും പറയുന്നല്ലേ. തിരിച്ചു തന്നില്ലെങ്കിലേ സംഗതി വശമാവും. തരാൻ തട്ടാരെ, എന്റെ മെഷീൻ വിരിട്ടെങ്കിലും തരാം. എന്ത് വിറ്റാലും കൊള്ളാം, എനിക്ക് എന്നെ പണം കിട്ടണം. അല്ല എന്റെ ശരിക്കുള്ള സ്വഭാവം നിനക്ക് അറിയാമല്ലോ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഒരു ചൊല്ലും ചോദ്യമില്ലാതെ ഗേറ്റ് തുറന്ന് വെള്ളം എടുക്കാൻ. ഞാൻ പൈപ്പ് വെള്ളമില്ലാത്തോണ്ടാ. തന്നോടല്ലേ പറഞ്ഞത് പൈപ്പ് കൂട്ടി പുറത്തു പോകാൻ? ഞാൻ അടുത്ത വീട്ടിലെ താമസക്കാരനാ, സ്വർണ്ണക്കടയിലെ പണിക്കാരൻ. ആരായാലും എന്താ? എന്താ? ആരാ? ഒരു ചോദ്യമില്ലാതെ ചേച്ചി ഗേറ്റ് തുറന്നു വെള്ളം എടുക്കുന്നത്. ഒന്നാമത് ഇവിടെ കള്ളന്മാരുടെ ശല്യ. ഞാൻ കക്കാനും മോട്ടിക്കാനൊന്നും വന്നതല്ല, പൈപ്പിൽ വെള്ളം തീർന്നോണ്ടാ. നിങ്ങളാരാ? ഞാൻ ആ വീട്ടിൽ താമസിക്കുന്ന പണിക്കാരനാ. ആ, ആവശ്യമുള്ള വെള്ളം എടുത്തോണ്ട് പോയിക്കോളൂ. ആ ഇങ്ങനെ ചേച്ചി. ഞാൻ കക്കാനും മോട്ടിക്കാനൊന്നും വന്നതല്ല, പൈപ്പിൽ വെള്ളം തീർന്നോണ്ട്. നീ പേടിക്കൊന്നും വേണ്ട, ഇതെന്റെ വീടാണ്. ജോലിക്കാരെ ഭയന്ന് നീ ഇവിടെ വന്ന് ജോലി ചെയ്യായിരിക്കും അല്ലേ? പിന്നെ നിനക്കിവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഇവിടെ വന്ന് ചോദിച്ചാൽ മതി. ഇറങ്ങി വാടാ. നീ ഞങ്ങളുടെ ജോലി കളിച്ച് ഇവിടെ ഒന്ന് ഒളിച്ചു പണിയാ? ഞാനൊന്നും കളയിച്ചില്ല. നീ കളയിച്ചില്ല അല്ലേ? നീ ഇപ്പൊ അങ്ങനെ ഇവിടെ നിന്ന് ചരക്കണ്ട. ഞാനൊന്നും മുതലാളിയോട് പറഞ്ഞിട്ടില്ല. മാല മാറ്റി വെച്ചിട്ട് എന്നെ കളക്കിയത്. നീ വലിയ വർത്താനൊന്നും പറയണ്ട, വേഗം ഇവിടെ സ്ഥലം വിട്ടണം. ഞാനിവിടെ പോകാനാ. ഞാൻ പോവില്ല. നീ ഇവിടെ പോയില്ല? ഇല്ല. നീ പോകുന്ന ഞങ്ങൾ നോക്കാം. ഇവൻ കരിങ്കാലിയാ, പൈമുതലായുടെ കടയിലെ പണിക്കാരായിരുന്നു ഞങ്ങൾ. ഇവൻ കാരണം ഞങ്ങൾ ജോലി പോയി. അതിന് നിങ്ങൾ ഇയാളെ വന്ന് തല്ലിയിട്ട് എന്താ കാര്യം? അത് ചോദിക്കാൻ നിങ്ങളാരാ? ഞാനോ? ഇത് സർക്കിൾ ഇൻസ്പെക്ടർ മേനോൻ സാറിന്റെ മോളാ. ആളെ മനസ്സിലായില്ല. ആ, നിങ്ങളൊക്കെ പോണം. അവര് സ്വർണ്ണക്കടയിലെ മാല മാറ്റി വെച്ചെന്നെ കള്ള പോലീസിനെ തല്ലു വിളിച്ചതും പോരാ, ഇപ്പൊ അവര് എന്നെ തല്ലാൻ വന്നിരിക്കുന്നു. പോട്ടെ, സാരമില്ല, കരയണ്ട. ഞാനിവിടെ നിന്ന ഇനി അവരെന്നെ തല്ലും. ഞാനിവിടുന്ന് പോകാൻ പോവാ. എന്താ പേര്? ഉണ്ണി, ഉണ്ണികൃഷ്ണൻ. ഉണ്ണി ആരും തല്ലാനൊന്നും പോകുന്നില്ല. ഉണ്ണി പോയിരുന്നു ജോലി. ഒന്നുമില്ലെങ്കിലും നേരെ മുന്നിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ താമസിക്കുന്നില്ലേ?
അവന്മാർ വന്ന് നിന്നെ തള്ളിയോ? അവന്മാർ അങ്ങനെ വെറുതെ വിട്ടുകൂടാ. നമ്മൾ ഇപ്പോൾ തന്നെ പോലീസിന് ഫോൺ ചെയ്ത് അവന്മാരുടെ സാർത്ഥം. വേണ്ട മുതലാളി, അവരെ പോലീസിൽ ഏൽപ്പിച്ച ഇനി അവരെ കൊല്ലാൻ പോലും മടിക്കില്ല. തള്ളിക്കൊള്ളാൻ നീ എന്താ പട്ടിയോ പൂച്ചയാണോ? അവന്മാർ സമരം ചെയ്യാൻ പോണൂന്നും പറഞ്ഞ് നോട്ടീസ് തന്നിരിക്കണു. ചെയ്യട്ടെ, നമ്മൾ സ്വർണ്ണക്കട പൂട്ടിയിടും. പൂട്ടിയിട്ടാൽ നമ്മൾക്ക് പരമസുഖമാണ്, ഒരു ടെൻഷനുമില്ല. വീട്ടിലിരുന്ന് സുഖമായിട്ട് 4 നേരം ഭക്ഷണം കഴിക്കാം, ശരീരം നന്നാവുകയും ചെയ്യും. കട പൂട്ടിയിട്ടൊന്നും വേണ്ട പപ്പ. നിനക്ക് പ്രാന്താണ്, ഞാനല്ലേ കട പൂട്ടണേ. എന്റെ പപ്പ ഗോപാലപ്പൈ സത്തപ്പോ ഹാഫ് ഡോർ തുറന്നു വെച്ച് കച്ചവടം നടത്തിയവനാണ് ഈ ഞാൻ വെങ്കടേശ്വരപ്പൈ. ബപ്പയാണെങ്കിലും സത്തപ്പ പോയി. കല്യാണ പാർട്ടിക്ക് പറഞ്ഞ സാധനം പറഞ്ഞ സമയത്ത് കൊടുത്തില്ലെങ്കിൽ കല്യാണം മുടങ്ങും, നമ്മളുടെ ഗുഡ്വിൽ പോകും. നീ പേടിക്കൊന്നും വേണ്ട ഉണ്ണി, നീ ധൈര്യമായിട്ട് പോയി പൊന്നുമണി ചെയ്യൂ. ധൈര്യമായിട്ട് പോകൂ ഉണ്ണി. അറിയിപ്പോ ഉണ്ണി പോകൂ. അരെ നിർമ്മൽ, നിന്റെ മാറുകയിൽ ഇവനെ കൊണ്ടാക്കൂ. വരൂ ഉണ്ണി. അനിക്കുണേക്കൂ. നീ ഇടയ്ക്കൊക്കെ ചെന്നായി ഇവന് നല്ല ധൈര്യം കൊടുക്കണം. ധൈര്യം കൊടുക്കാൻ നിനക്ക് എവിടുന്നാണ് ധൈര്യം? ചെല്ലു. മായച്ചി വന്നോണ്ട് അവര് പോയത്. എന്നിട്ട് നീ മായച്ചിയോട് നന്ദി പറഞ്ഞോ? പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവരോട് നിന്നില്ല. നന്ദി പറയാൻ വേണ്ടി ആരെങ്കിലും നിന്ന് തരുമോ? നീ ഒരു മണക്കൂസ. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്താ അതിന് താങ്ക്സ് പറയണം, അല്ലെങ്കിൽ മോശമല്ലേ? എനിക്കതൊന്നും അറിഞ്ഞുകൂടാനിട്ടാ. ശരി, നീ വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. എന്നിട്ട് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോവാ. എന്താ പോരെ? അത് മതി. എണീക്കടാ. ഒന്ന് വേഗം എണിച്ചേടാ. ചേടാ, നന്ദി പറഞ്ഞ കാല് കെട്ടി വീണിട്ടല്ല. കാലെ കെട്ടി വീണെന്ന് പറഞ്ഞില്ല എന്നോട്. പണിക്കാരൻ ഇവരെ രക്ഷപ്പെടുത്തിയതിന് നന്ദി പറയാൻ വന്നതാ. പട്ടണത്തിലൊക്കെ ജീവിക്കണമെങ്കിൽ കുറച്ചൊക്കെ തന്റെ ഇടം വേണം. ഇങ്ങനെയായാലും എങ്ങനെയാ? എന്നെ പോലെ അല്ലേ മായ ചേച്ചി? ഓ, തന്റെ ധൈര്യം കോളേജ് വെച്ച് ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. അതിപ്പോ പോലീസുകാർ വന്നാൽ ഞാൻ ഓടും. ഇരിക്കൂ. ഇരിക്കടാ. എവിടെ വീട്? തൃത്താല. ഇങ്ങനെ പേരും സ്ഥലമൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു വിടാനാണോ മായ ചേച്ചിയുടെ ഉദ്ദേശം? അത് നടപ്പില്ല. കാപ്പി തരുന്നില്ലേ? ദേ ഉണ്ണിയപ്പം വേണം. ഇപ്പൊ കൊണ്ടുവരാം. ഇവിടെ വേറൊരു കുട്ടിയുണ്ട്, ഒരു മനുഷ്യൻ പറ്റൂല. ഓ സിന്ധു, അറുത്ത് മുറിച്ച് സംസാരിക്കെങ്കിലും ആ കുട്ടിയും പാവാ. ദേ വരുന്നുണ്ട്. ആഹാ, ഇതാര്? സിന്ധു ആള് കൊള്ളാമല്ലോ. വെള്ളം എടുക്കാൻ വന്നപ്പോ സിന്ധുവിനെ വരട്ടി അല്ലേ? നീ ഇരുന്നോടാ. ഇരുന്നോളൂ. കണ്ടോ, ഇരിക്കാൻ പറഞ്ഞില്ലേ? ഇപ്പൊ സിന്ധുവിന് മനുഷ്യപ്പറ്റുണ്ടോ? മനുഷ്യപ്പറ്റോ? അതെന്ത് പറ്റാ? അത് അതൊന്നുമില്ല. ഉണ്ണിയപ്പ വന്നല്ലോ. കൊതിയൻ. ഉറക്കത്തിൽ അറിയാതെ കൈകൊണ്ട് പൊട്ടതാ. ഉണ്ണി, ഇനി പൊട്ടത് നന്നായിട്ട് വിളക്കണം കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിയില്ലെങ്കിൽ ഇവർക്ക് എന്താ പണി? അല്ലേ കൊച്ചേട്ടാരെ? പൈസ ഒന്നും വേണ്ട. അത് പറ്റില്ല. ജോലി ചെയ്താ പൈസ വാങ്ങണം. ദാ